പോൾട്രി ഫാം എങ്ങനെ ചെയ്യാമെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പോൾട്രി ഫാം തുടങ്ങാൻ നിങ്ങൾക്ക് സ്വന്തം സ്ഥലമോ ഫാമോ വേണമെന്നില്ല. നിങ്ങൾക്ക് റെൻറ്റിനൊക്കെ എടുത്ത് തുടങ്ങാൻ പറ്റിയൊരു അടിപൊളി ബിസിനസ്സാണിത്. ഇതിൽ 2 മെത്തേഡ് ഉണ്ട്. അതിലൊരു മെത്തേഡ് തന്നെ പല രീതിയിലും ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ക്യാപിറ്റൽ വേണ്ട മെത്തേഡാണ്. കോഴിക്കുഞ്ഞ്, തീറ്റ, അതിന് വേണ്ട മെഡിസിൻ എല്ലാം നിങ്ങൾ ഒരു ഫാർമേഴ്സിന് ഇറക്കി കൊടുക്കും. ആ ഫാമേഴ്സ് ഒരു 35-40 ദിവസം അതിനെ നോക്കി അത് കോഴികളെ പിടിക്കുമ്പോൾ അവർക്കൊരു കമ്മീഷൻ, ആ കോഴി വന്ന വെയിറ്റിലുള്ള കമ്മീഷൻ വെച്ച് ആ ഫാർമേഴ്സിന് കൊടുക്കും. ഇതാണ് വലിയ വലിയ കമ്പനികൾ ചെയ്യുന്ന ഒരു മെത്തേഡ്. ഇത് ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ മെത്തേഡാണെങ്കിലും ഭയങ്കര റിസ്ക്കും വലിയ ലോസും വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫാം ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഈ ഫസ്റ്റ് പറഞ്ഞ മെത്തേഡ് ഉണ്ടല്ലോ, അത് അവർ നമുക്ക് ചെയ്തു തരും. അവർ നമുക്ക് തീറ്റ, കോഴിക്കുഞ്ഞ്, മരുന്നെല്ലാം തരും. നമ്മൾ കോഴികളെ ഒന്ന് നോക്കി 40-35 ദിവസം എന്ത് ചെയ്യും, നമ്മൾ കോഴികളെ വളർത്തും. അപ്പോൾ നമ്മൾ കോഴികളെ പിടിച്ചു പോകുമ്പോൾ ഒരു കോഴിയുടെ ഒരു വെയിറ്റിൽ നമുക്ക് 8 രൂപ വെച്ചിട്ട് നമുക്ക് കമ്മീഷൻ കിട്ടും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്യാനും സ്വന്തം ഫാം വേണമെന്നില്ല. നിങ്ങൾക്ക് റെന്റിന് അതുപോലെ ലീസിനൊക്കെ ഫാം കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ഈ ഒരു മെത്തേഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു മെത്തേഡ് ഏറ്റവും റിസ്ക് കുറഞ്ഞ ഒരു മെത്തേഡാണ്. ഈ അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാം ഉണ്ട്, സ്വന്തമായിട്ട് തന്നെ കോഴിക്കുഞ്ഞിനെ എല്ലാം സ്വന്തം ഫാമിൽ ഇറക്കി വിൽക്കുന്ന ആൾക്കാരുണ്ട്. അതും പ്രോഫിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള റിസ്ക്കും ഉണ്ട്. അതുപോലെ ഈ പോൾട്രി ഫാം തുടങ്ങാൻ നിൽക്കുന്നവർക്ക് ഡൗട്ടാണ് ഇത് എങ്ങനെ ചെയ്യുക, ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടുന്നാന്നൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് തുടങ്ങാൻ അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വെച്ചാൽ നിങ്ങളെ ലൊക്കേഷൻ, നിങ്ങളെ അടുത്തുള്ള സ്ഥലത്ത് തന്നെ പോൾട്രി ഫാം നടത്തുന്ന ഏരിയ ഉണ്ടാവും. കുറച്ച് ഉള്ളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാവും. സോ അവിടെ ചെന്ന് നിങ്ങൾ സംസാരിക്കുക. അപ്പോൾ അവരത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് ചിലപ്പോൾ റെന്റിന് അല്ലെങ്കിൽ ലീസിനോ കിട്ടാനുള്ള ഫാം ഉണ്ടെന്ന് പറയാൻ പറ്റും. അവിടെ ഏത് കമ്പനിയാണ് ഇറക്കി കൊടുക്കണമെന്ന് പറയാൻ പറ്റും. അപ്പോൾ അവരെ കോൺടാക്ട് ഇട്ടു. സോ ഒരു കമ്പനി ഇറക്കി കൊടുക്കുന്ന കോൺടാക്ട് ഇട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാം കിട്ടിക്കഴിഞ്ഞാൽ പരിപാടി പിന്നെ സിമ്പിളാണ്. പിന്നെ അവർ തന്നെ അപ്പോൾ ഫാമിൽ വേണ്ട ചകിരിച്ചോറ് അത് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടാറില്ല. അതൊക്കെ ഈ ഫാമിനടുത്ത് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും, അവരെ നമ്പറുകൾ തരും. സോ അങ്ങനെയൊക്കെയാണ് ഇത് കണക്ഷൻ എടുക്കുക.